ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നല്ല ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ആവാട്ടോ. എന്നിട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് നമുക്കൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ പാലാണേ. പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/4 ടു 1/2 സ്പൂണോളം സിനമൺ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ 2 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു പീസ് ബ്രെഡ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം അടുത്ത പീസും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സില്ലേ അത് ഫുള്ളായിട്ട് ഈ ബ്രെഡിൽ ആയി വരണം കേട്ടോ. അതായത് ആ ഒരു മിക്സ് മുഴുവനും ഈ ബ്രെഡിൽ കുതിർന്ന് കിട്ടണം. ഒരു 2-3-4 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ ഫുള്ളായിട്ട് അതിലേക്ക് കയറി വരും. കണ്ടോ, നമ്മളുടെ ബാറ്റർ മുഴുവനും തീരാനായിട്ടുണ്ട്. തിരിച്ചും മറിച്ചും സൈഡിലും ഒക്കെ ഒന്ന് അങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് പീസ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ബാക്കി മാവുണ്ടെങ്കിൽ അതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ട് തന്നെ അങ്ങ് മൊരിച്ചെടുക്കുക. അതേപോലെ മറ്റേ സൈഡും. കാരണം എന്താ വെച്ചാൽ നമ്മളിത് 2 പീസ് മേലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഉള്ളിലൊക്കെ ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ മാറിക്കിട്ടണം. ഇതുപോലെ തിരിച്ചും മറിച്ചും 4 സൈഡും ഒക്കെ ഒന്നങ്ങ് മൊരിച്ചെടുക്കുക. ശ്രദ്ധിക്കണം മറിച്ചിടുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇത് പൊട്ടിപ്പോവും. വെച്ചാൽ നന്നായിട്ട് ഈ മുട്ടയിൽ കുതിർന്ന് വന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ 4 സൈഡും ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹണി ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറയില്ല, അതുപോലെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.